ഇനി വിദേശ വാർത്തയിലേക്ക് കടക്കുന്നു. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇറാൻ തുറമുഖങ്ങൾ പൂർണ്ണമായി ഉപരോധിച്ചെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ ഇറാനുമായി രണ്ടാം വട്ട ചർച്ചയ്ക്ക് തയ്യാറെന്ന് ട്രംപ് പറയുന്നു. എന്തായാലും ഈ അവസരത്തിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പി പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഹാപ്പി വിഷു ആശംസകൾ. പി പി ജെയിംസിന്റെ വിദേശ വാർത്തകൾ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് 1000 മെഗാടൺ ഊർജ്ജത്തിൽ വിഷു ആശംസകൾ നേരുന്നു. വിഷു ആശംസകൾ. ഓക്കെ, അപ്പോൾ ഇനി വാർത്തയിലേക്ക്. വിഷു ആശംസകൾ കേരളത്തിലെയും എല്ലാ മലയാളികൾക്കൊക്കെ നേരുമ്പോൾ തന്നെ SKN വിദേശത്ത് നിന്ന് പറയാവുന്ന വാർത്തകൾ അല്പം സങ്കടകരമാണ്. ഏതായാലും വാർത്തകൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ലെബനോനിൽ ഇസ്രായേൽ ഈ മണിക്കൂറുകളിൽ നടത്തിയ ആക്രമണത്തിൽ 35 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. മരണസംഖ്യ 2000-ലേറെ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയതാണ്. ഇപ്പോൾ 2050-ലേറെ ആയിട്ട് മരണസംഖ്യ എത്തിയിരിക്കുന്നു. എന്തായാലും ലെബനോണിൽ ഈ ആക്രമിക്കുന്നത് നിർത്തണമെന്ന ലോകരാജ്യങ്ങളുടെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. അവർ വിസമ്മതിച്ചു. ഒരു തരത്തിലും ലെബനോനിലെ ആക്രമണം നിർത്താൻ പറ്റില്ല, അവിടെ ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തകർത്തിട്ട് അടങ്ങൂ എന്നുള്ള വാശിയിലാണ്. ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് കയറി തിരിച്ചടിക്കുന്നുണ്ട്. ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കൻ ലെബനനിലെ അതിർത്തികളിലൊക്കെ ഇസ്രായേൽ സേന കയറി 8 കിലോമീറ്ററോളം പിടിച്ചടക്കിയെന്നാണ് വാർത്ത വരുന്നത്. കാരണം അവിടെ നിന്ന്, ആ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ബോംബ് ചെയ്താൽ എത്താത്ത രീതിയിൽ ആ പ്രദേശം മുഴുവൻ പിടിച്ചടക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണെന്ന് മാത്രമല്ല, ഒരു സ്വതന്ത്രമായിട്ടുള്ള പൂർണ്ണ പരമാധികാര രാഷ്ട്രത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇസ്രായേൽ അതൊന്നും വഴങ്ങുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്ക അവകാശപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ എല്ലാ തുറമുഖങ്ങളും ഞങ്ങൾ ഉപരോധിച്ച് ഒറ്റ കപ്പൽ പോലും പുറത്തു കിടക്കുന്നില്ല. 2 എണ്ണക്കപ്പലുകൾ ഇറാന്റെ പുറത്തു കിടക്കാൻ ശ്രമിച്ചത് അമേരിക്കയുടെ നാവികസേന തടഞ്ഞു എന്ന വാർത്ത കൂടി ഈ മണിക്കൂറുകളിൽ വരുന്നു. ഒപ്പം തന്നെ SKN ഈ മാർപ്പാപ്പയും ട്രംപും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അമേരിക്കയിൽ പോലും. അമേരിക്കയിലെ പള്ളികളിൽ വരെ അത് വലിയ ചർച്ചയാവുന്നു. ജോർജിയയിൽ അവിടുത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയ പ്രസംഗത്തെ വലിയ രീതിയിൽ പ്രതിഷേധക്കാർ വന്ന് തടഞ്ഞു. അവർ പറഞ്ഞത് യേശുക്രിസ്തുവിനെ പോലെ സ്വയം ചിത്രീകരിക്കാൻ ട്രംപ് ശ്രമിക്കുന്നതിനെതിരെ ആണ് ഒരുപാട് പേര് പ്രതികരിച്ചത് എന്ന് മാത്രമല്ല, യേശുക്രിസ്തു ഒരിക്കലും വംശഹത്യയെ അനുകൂലിച്ചിരുന്നില്ല, സ്നേഹത്തിന്റെ ഭാഷയാണ് സംസാരിച്ചത്. അതുകൊണ്ട് ട്രംപിന് യേശുക്രിസ്തുവായി സ്വയം ചമയാൻ യാതൊരു അവകാശവുമില്ല എന്ന തരത്തിലാണ്. ഇതേ തുടർന്ന് ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത്, ഇസ്രായേലുമായിട്ടുള്ള കരാറ്, പ്രധാനപ്പെട്ട പല കരാറുകൾ ഉണ്ടായിരുന്നു, അത് ഇറ്റലി ഉപേക്ഷിച്ചു. ഇറ്റലിയിലെ റോമിലാണ് മാർപ്പാപ്പ ഇരിക്കുന്നത്. ഇറ്റലി ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. കാരണം അമേരിക്കയെ വലിച്ചഴിച്ചതിനൊക്കെ നയിക്കുന്നതിന്റെ മുന്നിൽ ഇസ്രായേലാണെന്നുള്ള അഭിപ്രായമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ഇസ്രായേലുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇസ്രായേല് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒഴികെയുള്ള ബാക്കി എല്ലാവരും പോയി. ഇസ്രായേൽ വലിയ എതിരായിരുന്നു പഴയ മാർപ്പാപ്പയ്ക്കെതിരെ. എന്തായാലും ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഓക്കെ, പി പി ജെയിംസ്, ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.